റവന്യൂ വരുമാനത്തിൽ 45,880.49 കോടി രൂപയുടെ വർധനവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ RRDS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായി അതിവേഗ യാത്രാ സൗകര്യം ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. ദേശീയപാത വികസനം പുരോഗമിക്കുന്നതിന് സമാന്തരമായി സംസ്ഥാനത്തെ MC റോഡ് കിഫ്ബി വഴി 4 വരിയായി പുനർനിർമ്മിക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ 5,212 കോടി രൂപ വകയിരുത്തി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി ധനമന്ത്രി രണ്ടാം ഇടത് സർക്കാരിന്റെ അവസാന ബജറ്റിൽ നടത്തിയത് ചരിത്ര പ്രഖ്യാപനം. നിലവിൽ 12ാം ക്ലാസ് വരെയാണ് കേരളത്തിൽ സൗജന്യ വിദ്യാഭ്യാസം. ഇതാണ് ബിരുദതലം വരെയാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റാണ് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2 മണിക്കൂർ 54 മിനിറ്റ് ദൈർഘ്യമായിരുന്നു അവതരണം. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി അനുവദിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ RRDS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായി അതിവേഗ യാത്രാ സൗകര്യം ഡൽഹി മീററ്റ് RRDS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായി കേരളത്തിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 1ാം ഘട്ടം, തൃശൂർ മുതൽ കോഴിക്കോട് വരെ 2ാം ഘട്ടം, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ 3ാം ഘട്ടം, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ പറ്റുമെന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു. 1,82 കോടി രൂപ റവന്യൂ വരവും 2,40 കോടി രൂപ ആകെ ചെലവും എഫക്റ്റീവ് മൂലധന ചെലവ് 30,009 കോടി 48,418 രൂപയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. തനത് നികുതി വരുമാനത്തിൽ 10,271 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 10,595 കോടി രൂപയുടെയും വർധനവ് ബജറ്റ് ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി 34,587 കോടി രൂപയാണ്. ധനക്കമ്മി 55,420 കോടി രൂപ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് 3,332 കോടി, മെയിന്റനൻസ് ഫണ്ട് 43,014 കോടി, പ്ലാൻ ഫണ്ട് 10,089 കോടി വകയിരുത്തി. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി വകയിരുത്തിയിട്ടുണ്ട്. ധനകാര്യ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിയിൽ ഫിനാൻസ് ടവർ സ്ഥാപിക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഏപ്രിൽ 1 മുതൽ അഷ്വാർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. അഷ്വാർഡ് പെൻഷനിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% വരെ പരമാവധി പെൻഷൻ ഉറപ്പാക്കും. അഷ്വാർഡ് പെൻഷനിൽ DR അനുവദിക്കും. നിലവിലെ NPSAയിൽ നിന്നും അഷ്വാർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടാകും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിച്ചു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന DA ഗഡുക്കൾ പൂർണ്ണമായി മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പാക്കും. സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിച്ചു. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. വർഷം 10 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,128 കോടി വകയിരുത്തി. ദേശീയപാത വികസനം പുരോഗമിക്കുന്നതിന് സമാന്തരമായി സംസ്ഥാനത്തെ MC റോഡ് കിഫ്ബി വഴി 4 വരിയായി പുനർനിർമ്മിക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ 5,212 കോടി രൂപ വകയിരുത്തി. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി വിവിധയിടങ്ങളിൽ ബൈപ്പാസുകളും ജംഗ്ഷനുകളും നിർമ്മിക്കും. ആദ്യഘട്ടമായി കൊട്ടാരക്കര ബൈപ്പാസിന് 110.36 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
കൂടാതെ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. കട്ടപ്പന, തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് 10 കോടി അനുവദിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിതരണവും ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് 22 കോടി 27 ലക്ഷം അനുവദിച്ചു. അങ്കണവാടി വർക്കർമാരുടെയും അങ്കണവാടി ഹെൽപ്പർമാരുടെയും സാക്ഷരതാ പ്രേരകന്മാരുടെയും ആശാ വർക്കർമാരുടെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയും പ്രതിമാസ വേതനം 1000 രൂപയായി ഉയർത്തി. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപ വർദ്ധിപ്പിച്ചു. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ്, ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ എന്നിവയും 1000 രൂപ വർദ്ധിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണം നിലനിർത്താൻ തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതിന് 20 കോടി. ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ 3 കോടി രൂപ വകയിരുത്തി. റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് ലൈഫ് സേവർ പദ്ധതി പ്രഖ്യാപിച്ചു. അതിൽ ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ ഉറപ്പാക്കും. അപൂർവ ഇനം രോഗങ്ങൾക്കായുള്ള ചികിത്സാ പദ്ധതിയായ KARE-യിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടി അനുവദിച്ചു. കാർഷിക അനുബന്ധ മേഖലകൾക്ക് 2071 കോടി 95 ലക്ഷം. പ്രധാനമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3720 കോടി. പ്രധാനമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടി. തൊഴിലുറപ്പ് പദ്ധതിക്കായി മുൻ വർഷത്തിൽ നിന്ന് അധികമായി 1000 കോടി. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് 20 കോടി വകയിരുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കും. പഞ്ചായത്ത് മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. ഇതിലൂടെ 42,000 കോടി നിക്ഷേപങ്ങളും 50,000 കോടി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. ക്രിട്ടിക്കൽ മിനറൽ മിഷൻ 100 കോടി. പ്രതിരോധ ഇടനാഴിക്ക് 50 കോടി. PPP മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുന്ന സൈബർ വാലിക്ക് 30 കോടി. തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ സമ്പാദനത്തിനും ആഗോള സ്കൂളിനും 10 കോടി. വർക്ക് നിയർ ഹോം വ്യാപിപ്പിക്കാൻ 150 കോടി. ഗിഗ് തൊഴിലാളികൾക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗിഗ് ഹബിന് 20 കോടി. ഗോത്ര മേഖലകളിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായുള്ള സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിക്ക് 60 കോടി എന്നിവ വകയിരുത്തിയിട്ടുണ്ട്. പഴയ പെട്രോൾ, ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് 40,000 നൽകും. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായുള്ള വായ്പകൾക്ക് 2% പലിശ ഇളവ് പ്രഖ്യാപിച്ചു. ഓട്ടോ സ്റ്റാൻഡുകളിൽ സോളാർ അധിഷ്ഠിത ചാർജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ 20 കോടി വകയിരുത്തി. റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകും. ഇതിനായി 30 കോടി വകയിരുത്തി. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. ഇതിന് 10 കോടി രൂപ വകയിരുത്തി. അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് 20 ലക്ഷമായി ഉയർത്തും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 50 കോടി. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിനെ രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് 10 കോടി അനുവദിച്ചു.